ടീന സ്വന്തം അടുക്കളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഹെൽത്തി വൈനാണ് ജിഞ്ചർ വൈൻ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ ഞാനൊരു 1/2 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളം ഒട്ടും ഇല്ലാതെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പീൽ ചെയ്തെടുത്ത് അതിൻ്റെ തോലും നമുക്ക് ഉപയോഗിക്കാം. ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ചായയുടെ കൂടെയൊക്കെ തിളപ്പിച്ച് കുടിക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഇച്ചിരി നാരങ്ങയുടെ തോലാണ്. ആ വെള്ള ഭാഗം വീഴാത്ത രീതിയിൽ നമ്മൾ സ്ക്രേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ചെറുതാക്കി മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മളത് യൂസ് ചെയ്യണം. ഞാനിവിടെ ഒരു കപ്പിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇഞ്ചി നീര് എടുത്തിട്ട് വേണം ഈ വൈൻ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൈൻ ഉണ്ടാക്കുന്ന ഏത് പാത്രം എടുത്താലും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉണക്കി വേണം എടുക്കാൻ. അപ്പോൾ ഈ മിക്സിയുടെ ജാറ് പോലും നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ആ ഇഞ്ചിയൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചു കഴിഞ്ഞു. അരക്കുകയല്ല, നമ്മൾ ഒരുവിധം ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീരൊക്കെ എടുത്ത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ വെക്കണം. ഇത് കുറച്ച് നേരം അനക്കാതെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അടുത്തത് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഈ ഏലക്കായും കറുവപ്പട്ടയും കരയാമ്പും ഒക്കെ ഇട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതും നമുക്കൊരു പാത്രത്തിലിട്ട് സൈഡിൽ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നമ്മളൊരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇവിടെ കാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ചൂടിൽ വെച്ചത് ചെയ്യരുത്, ചെറിയ ചൂടിൽ വെച്ചത് നമ്മൾ ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇത് നമ്മൾ ആ പരുവത്തിൽ നമ്മളിത് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെറുതായിട്ടതൊരു ഗോൾഡനിഷ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് വൈനിനൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചെയ്യാം. പക്ഷേ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി, കാരണം നല്ലൊരു കളറാണ് ഇത് നമ്മുടെ വൈനിന് തരുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്തു. വെള്ളം ആഡ് ചെയ്യുമ്പം ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര എല്ലാം കട്ടയാവും. പക്ഷേ അത് വെള്ളം ചൂടാവുന്നതിനൊപ്പം അത് ഡിസോൾവ് ആയിക്കോളും. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇതിലോട്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ സ്പൈസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മൊത്തത്തിൽ അങ്ങ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 4-5 ഉണക്കമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, പൊട്ടിച്ചിട്ട് കൊടുക്കണം നമ്മളിതിലോട്ട്. ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എരിവൊന്നും കൂടത്തില്ല. ഇതൊരു നല്ലൊരു ഫ്ലേവർ തരും ഈ ജിഞ്ചർ വൈനിന്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ നാരങ്ങയുടെ തോലും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിൻ്റെ ബാക്കി ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഞാൻ മൊത്തം ഇതിലൊരു 2.5 ലിറ്റർ വെള്ളമാണ് ഈ വൈനിന് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 ലിറ്ററോളം വെള്ളം ഞാൻ ഇഞ്ചി ചതയ്ക്കാനും പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി 2 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അളന്ന് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. മധുരത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 800 ഗ്രാംസ് ഷുഗറാണ്. അത് എനിക്ക് കറക്റ്റാണ്. ചിലർക്കത് കൂടാം, ചിലർക്കത് കുറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിലോട്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി നീരാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പാത്രം അധികം ഇളക്കാണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ അടിഞ്ഞിരിക്കുന്ന ആ വെള്ള സബ്സ്റ്റൻസ് ഇതിലോട്ട് ആഡ് ആവാതെ നമ്മൾ ഇത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചേർക്കുന്നത് വൈനിന് നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇഞ്ചിനീരെടുത്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നത്. ഇഞ്ചിനീര് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി തീ കൂട്ടി വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
ഈ തിളപ്പിക്കുമ്പം കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കുറയും. അപ്പോൾ 15 to 20 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് തിളച്ച് നമ്മൾ അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിനി അരിച്ച് ഒരു പാത്രത്തിലോട്ട് ആക്കി വെക്കാൻ പോകുന്നത്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെക്കാം. നമ്മുടെ വൈൻ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഇത് രാത്രിയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ രാവിലെ ഇത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാണ്. അപ്പോൾ ഞാൻ അരിച്ച് കഴിഞ്ഞതും പിന്നെയും ഞാൻ ആ വൈൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ തിരിച്ചൊഴിച്ച് വയ്ക്കും. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നമ്മൾ വൈൻ പ്രിസർവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ അരിക്കാനുള്ള പേർപ്പസിന് വേണ്ടി മാത്രമാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് തന്നെ ഞാൻ തിരിച്ചും വൈൻ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ ഏത് പാത്രമാണ് യൂസ് ചെയ്യുന്നത് ആ പാത്രം നന്നായിട്ട് ഡ്രൈ ആയിരിക്കണമെന്ന് സൂക്ഷിക്കണം. കാരണം വെള്ളത്തിൻ്റെ അംശം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൻ്റെ അംശം അല്ലാതെ വേറെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വൈൻ കേടായി പോവും. അതിനാണ് നമ്മൾ നല്ല ഡ്രൈ പാത്രം യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വൈനിൻ്റെ ഏറ്റവും അടിഭാഗം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ മാറ്റി ആ പാത്രം ഒന്ന് കഴുകി നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഈ വൈൻ തിരിച്ചും ഈ പാത്രത്തിലോട്ട് ഞാൻ ഒഴിക്കുകയാണ്. വൈൻ നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 3 നാരങ്ങയുടെ നീര് ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുന്ന ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യാനാണ്. അതിനൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടും വൈനിന്. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ ഇത് ചെറുതായിട്ടൊന്ന് അടച്ച് ഇളക്കാണ്ട് വയ്ക്കുക. ഒരു 4 മണിക്കൂറിന് ശേഷം ഇതാ കണ്ടില്ലേ നമ്മുടെ വൈൻ്റെ കളറ്. അപ്പോൾ ഇതിൻ്റെ തെളിയാണ് നമ്മളിനി കുപ്പികളിൽ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 3 to 4 days നമുക്ക് പുറത്ത് തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇഞ്ചി നീരിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് നല്ലതാണിത് ഡൈജഷനും പിന്നെ കുറച്ച് ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ വൈൻ ട്രൈ ചെയ്യുക. ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൈനാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടീനാ സ്വന്തം അടുക്കള.